നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ മടങ്ങി വരേണ്ട സമയം ഇതാണ്. നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ മാനസാന്തരപ്പെടേണ്ട സമയം ഇതാണ്. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഗുരുനായ പുത്രൻ മടങ്ങി വന്നു. എന്തിന്റെ പേരിലാണ് മടങ്ങി വന്നേ? മാനസാന്തരം ഉണ്ടായിട്ടാണോ? അപ്പനോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, വ്യഭിചാരത്തിലും പാപത്തിലും ഞാൻ എൻ്റെ അപ്പൻ്റെ മുതൽ തൂർത്തടിച്ച് കളഞ്ഞത് ശരിയായില്ല എന്ന നല്ല ബോധ്യം ഉണ്ടായിട്ടാണോ വന്നത്? ഒന്നുമല്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ പുള്ളിക്കാരൻ ഒരു കാര്യം ഓർമ്മ വന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഇറയത്തിരുന്ന്, വീടിൻ്റെ അങ്ങേ അപ്പുറത്തിരുന്ന് വേലക്കാർ മൃഷ്ടാനം ഭക്ഷിക്കുന്നത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പുള്ളിക്ക് തോന്നി, എൻ്റെ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ പോലും സമർത്ഥമായി ഭക്ഷിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകേണ്ട കാര്യമുണ്ടോ? തെറ്റേറ്റു പറഞ്ഞു മടങ്ങിപ്പോയേക്കാം. ചിലർ പറയാറുണ്ട്, അവൻ വരുന്നത് സൗഖ്യത്തിന് വരുന്നതാ, എന്തിനാണേലും വരട്ടെ, എന്തിന്റെ പേരിലാണേലും വരട്ടെ. അവൻ വന്നത് സാമ്പത്തിക എന്തിന്റെ പേരിലായിക്കോട്ടെ, അപ്പന്റെ വീട്ടിൽ വന്നാൽ പിന്നെ ശരിയാക്കുന്ന കാര്യം അപ്പനേറ്റു. കർത്താവേ, ഈ നാട്ടിലുള്ള പാപികളും, ഈ നാട്ടിലുള്ള മദ്യപന്മാരും, ഈ നാട്ടിലുള്ള കർത്താവേ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവനും ഈ അപ്പന്റെ ഭവനത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവത്താൽ നയിക്കപ്പെടട്ടെ. നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തൂഫാൻ അല്ല ഞാൻ പ്രത്യാശ വെക്കുന്ന കേരളത്തിന്റെ മാറ്റത്തെ കൊണ്ടുവരാൻ പോകുന്നത്. ആ നല്ല നടപടിക്കായി ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ തൂഫാനല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു തൂഫാൻ ഉണ്ടല്ലോ. കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള ആത്മാവിന്റെ ഒരു ചലനമുണ്ടല്ലോ. ആ ചലനം വീശി അടിക്കുമ്പോൾ കൈയെത്തി പിടിക്കുമാറ് ചിലത് യേശുവിന്റെ നാമത്തിൽ